വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണത്. തീർച്ചയായിട്ടും ആ കുട്ടി ദീർഘകാലമായിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അതിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് തൊഴിൽ മേഖലയിൽ ഇടപെടുകയും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് നാടുകളിലൊക്കെ പോയി ജോലി ചെയ്യുകയും പിന്നീട് UK പോവുകയും ഒക്കെ ചെയ്ത് പഠിക്കാൻ മിടുക്കിയായിരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ എല്ലാവരുമായും വളരെ നല്ല ബന്ധവും അടുത്ത ബന്ധവും പുലർത്തിയ ഒരു കുട്ടിയാണ്. ആ കുട്ടിയായാലും അതിൻ്റെ കുടുംബമായാലും എല്ലാവരോടും വളരെ സജീവവും സ്നേഹവുമായി പെരുമാറി ഇടപെടി എല്ലാവർക്കും ഇഷ്ടമുള്ള നാട്ടിലെല്ലാവരും വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അമ്മയും 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അത് വീട് പണിത് പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയിലെത്തി. ആ സമയത്ത് സർക്കാർ ജോലി ലഭിക്കാനുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. അപ്പോൾ ദൗർഭാഗ്യം എന്ന് പറയുന്നത് അത് 3 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ ആ തൊഴിലിന് ജോയിൻ ചെയ്ത് തിരികെ പോകാനും തിരികെ നാട്ടിലേക്ക് മടങ്ങുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ജോലി ലഭിച്ചു, സർക്കാർ ജോലി ലഭിച്ചു, കുട്ടികളോടൊപ്പം ഇവിടെ കൂടണമെന്ന് ആഗ്രഹിച്ചാണ് തിരിച്ചു പോയത്. അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ദുരവസ്ഥ ഉണ്ടായത്. പ്രദേശവാസികൾക്ക് എല്ലാവർക്കും വലിയ വേദന ഉണ്ടാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന, ഒരുപാട് മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. UK ഈ അടുത്ത കാലത്താണ് പോയത്. അതിന് മുൻപ് ഗൾഫ് നാടുകളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. UK 1 വർഷത്തിൽ താഴെയാണ് UK ജോലി ചെയ്യാൻ പോയിട്ട്. ഇപ്പം ഇതിനു വേണ്ടി ഇപ്പോൾ വന്നാണ്. ഈ സർക്കാർ ജോലി ലഭിച്ചു എന്നുകൊണ്ട് PSC റാങ്ക് ലിസ്റ്റ് ജോലി ലഭിച്ചു എന്നുകൊണ്ട് നാട്ടിലേക്ക് വന്നാണ്. നഴ്സിംഗ് ബന്ധപ്പെട്ട ജോലിയാണ്. അപ്പോൾ അങ്ങനെ ജോലി ലഭിച്ചുകൊണ്ട് തിരികെ വന്നപ്പോൾ അത് ഒപ്പിട്ട് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈപ്പറ്റി അത് ജോലി ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള സമയമെടുത്ത് പെട്ടെന്ന് വന്നതാണ്. അപ്പം തിരിച്ചിങ്ങ് പോരുകയാണ്. അവിടെ ചെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് മടങ്ങി വരണം. അപ്പം ജോലി ലഭിച്ചു, വീടായി, കുട്ടികളോടൊപ്പം ഇവിടെ മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് കുട്ടി മുന്നോട്ട് പോയത്. ഇന്നലെ വൈകിട്ട് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ്. നെടുമ്പാശ്ശേരി ചെങ്ങന്നൂന്ന് റെയിൽവേ ട്രെയിൻ മാർഗം നെടുമ്പാശ്ശേരിക്ക് പോവുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് പോവുകയുമായിരുന്നു. പക്ഷേ ഇത് ഫ്ലൈറ്റ് അഹമ്മദാബാദിൽ നിന്നാണ്. പിന്നെ ചെന്നൈയിൽ നിന്ന് എങ്ങനെയാണ് അങ്ങോട്ട് പോയതെന്ന് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയുന്നില്ല. സഹോദരി ആങ്ങളയുടെ ഭാര്യ നാത്തൂനാണ് അവളെ കൊണ്ടുവിട്ടത്. ചെങ്ങന്നൂന്ന് റെയിൽവേ മാർഗം എയർപോർട്ടിൽ പോവുകയും അവിടുന്ന് ഫ്ലൈറ്റ് മാർഗം ചെന്നൈക്ക് പോവുകയുമായിരുന്നെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം അഹമ്മദാബാദിൽ നിന്നുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് വിവരം കിട്ടിയിട്ടില്ല. 5 വർഷത്തേക്കാണ് അവധിയെടുത്ത് മറ്റു പല കുവൈറ്റ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും പോയി ജോലി ചെയ്തു. ഇപ്പോൾ UK തോന്നുന്നത് എനിക്ക് തോന്നുന്ന 1 വർഷം അങ്ങാണ്ടേ ആയിട്ടുള്ളൂ പോയിട്ട് വന്നു. പിന്നെ 1 വർഷത്തിൽ താഴെ ആയുള്ളൂ. വന്നുടനെയാണ് ഇവിടെ വന്ന് വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് വീട് 3/4 ഭാഗവും തീർന്നു. കുട്ടികളുടെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീട് പണിത് ഇനി ഇവിടെ സ്ഥിരത ആകുക എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് കുട്ടി വന്നത്.